പാചകവാതക വിലവർധനവും ക്ഷാമവും കാറ്ററിംഗ് മേഖലയെ കടുത്ത പ്രതിസന്ധിയിലാക്കി. 5 മാസത്തിനുള്ളിൽ വില വർദ്ധിച്ചത് 5 തവണ. ഇപ്പോഴത്തെ ഒരു സിലിണ്ടറിന്റെ വില 3085. പാചകവാതക ക്ഷാമത്തിലും വിലവർധനയിലും തകർന്നടിഞ്ഞ കാറ്ററിംഗ് മേഖല. മാസങ്ങൾക്കിടെ കേന്ദ്രം വാണിജ്യ സിലിണ്ടറുകളുടെ വില ഇരട്ടിയാക്കിയതും പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ ക്ഷാമവുമാണ് കടുത്ത പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. വിറകിന് വില വർദ്ധിച്ചതും നിർണായകമായി. മാസങ്ങൾക്ക് മുമ്പ് ഏറ്റെടുത്ത ഓർഡറുകൾ കടുത്ത നഷ്ടം സഹിച്ചും പൂർത്തിയാക്കാനാണ് കാറ്ററിംഗ് സ്ഥാപനങ്ങൾ ശ്രമിക്കുന്നത്. കാറ്ററിംഗ് മേഖല ഇപ്പോൾ വളരെ പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരു മുന്നറിയിപ്പും കൂടാതെയുള്ള ഗ്യാസിന്റെ വിലക്കയറ്റം, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കൂടി എന്ന് പറഞ്ഞിട്ട് അസംസ്കൃത വസ്തുക്കളുടെ വിലക്കയറ്റം, 1000 രൂപ 1500 രൂപ വരെയാണ് ഒരു സിലിണ്ടറിൽ നമുക്ക് ഈ അടുത്ത ദിവസങ്ങളായിട്ട്. ഒറ്റയടിക്ക് 1000 രൂപ കൂടി, അതിന് മുന്നേ ആയിട്ട് ഒരു 500 രൂപ വേറെ കൂടി. അപ്പോൾ ഒരു 1500 രൂപയോളം ഈ അടുത്ത ദിവസങ്ങളായിട്ട് നമുക്ക് ഒരു സിലിണ്ടർ മേലെ കൂടിയിരിക്കുന്നത്. ഒരു സിലിണ്ടർ മേലെ 1500 രൂപ കൂടുമ്പോൾ ഒരാൾക്ക് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുമ്പോൾ മിനിമം നമുക്കൊരു 20 രൂപ മുതൽ 30 രൂപ വരെ നമുക്ക് അധിക ചെലവ് വരുന്നുണ്ട്. ഒരു 6 മാസമോ 7 മാസമോ 1 വർഷം മുന്നേ എടുത്തു വെച്ചിരിക്കുന്ന ഓർഡറുകൾ നമ്മൾ എങ്ങനെ നമുക്കത് കൊടുക്കാൻ പറ്റും റേറ്റിൽ? അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ബാക്കിയുള്ള അസംസ്കൃത വസ്തുക്കൾ, അത് നമ്മുടെ മീനിന്റെ വില എടുത്ത് വെച്ച് നോക്കിയാൽ പെട്ടെന്ന് വില കൂടിയിട്ടുള്ളത്. എങ്ങനെയാ ഒരു 200 രൂപയുടെ വ്യത്യാസം വരെ മീനിനകത്ത് വരുന്നുണ്ട്. ഒരു 6 മാസം കൊണ്ട് മട്ടന്റെ വില 300 രൂപയാണ് കൂടിയത്, ബീഫിന്റെ വില 150 രൂപയാണ് കൂടിയത്, ചിക്കന്റെ വില കൂടി നിൽക്കുന്നു. അങ്ങനെ ബാക്കിയുള്ള പലചരക്കിന്റെ വിലകളും അരിയിൽ നിന്നൊക്കെ വലിയ വ്യത്യാസം. നമുക്ക് 120 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന കൈമ റൈസൊക്കെ ഇപ്പോൾ 200 രൂപ, 180 രൂപ, 190 രൂപ, 200 രൂപയായിരിക്കും. എല്ലാ സാധനത്തിനും വലിയ വിലക്കയറ്റമാണ്. ഒരു രീതിയിലും കാറ്ററിംഗ് മേഖല നടത്തിക്കൊണ്ടു പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് ഇത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ വളരെ വളരെ വലുതാണ്. കാറ്ററിംഗ് മേഖല അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ഒരു രീതിയിലും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നീങ്ങുന്നു. നാട്ടില് നമുക്ക് ആലപ്പുഴ ജില്ലയുടെ തനതായ തൊഴിൽ മേഖലയൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, കയർ മേഖല നഷ്ടപ്പെട്ടു, കൃഷി നഷ്ടപ്പെട്ടു. ഇതൊക്കെ കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ ആ മേഖലയിൽ തൊഴിലെടുത്തിരുന്ന മുഴുവൻ നമ്മുടെ വീട്ടമ്മമാരും സഹോദരന്മാരും വിദ്യാർത്ഥികളടക്കം ഈ മേഖലയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. നമ്മളെടുത്ത് നോക്കണം, ഒരു മിനിമം ഒരു 500 പേരുടെ ഭക്ഷണം പാകം ചെയ്ത് വിളമ്പുന്ന ഒരു കാറ്ററിംഗ് യൂണിറ്റിൽ മിനിമം 20 മുതൽ 40 വരെ തൊഴിലാളികൾ പണിയെടുക്കും. സർവീസ് അടക്കം കിച്ചണിൽ ഒരു 10 പേര്, 8 മുതൽ 10 പേര് വരെ പണിയെടുക്കും. സർവീസ് ഐറ്റംസിൽ സൈറ്റിൽ പോകാനായിട്ട് 20 മുതൽ 25 പേര് വരെ ഡ്രൈവറും, സർവീസ് ബോയ്സ്, സർവീസ് ഗേൾസ്, അങ്ങനെ ഒരു 20 പേര് 25 പേര് ഉണ്ടാകും. അങ്ങനെ മിനിമം ഒരു 500 പേരുടെ ഭക്ഷണം പാകം ചെയ്ത് കൊണ്ട് വിളമ്പുമ്പോൾ മിനിമം ഒരു കിച്ചണിൽ ഒരു 20 മുതൽ 35 വരെ ആൾക്കാർ ജോലി എടുക്കുന്നുണ്ട്. അങ്ങനെ എത്ര കിച്ചണുകൾ, നമ്മൾ ഒരു ദിവസം 2 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ നൽകുന്ന ഒരു സംഘടനയാണ്, ഒരു തൊഴിൽ മേഖലയാണ്. ഏറ്റവും കുറഞ്ഞത് കേരളത്തിലെ കേറ്ററിംഗുകാരെല്ലാവരും കൂടിയാൽ 2 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ നൽകുന്ന ഒരു മേഖലയാണ്. ഈ മേഖലയാണ് തകർച്ചയിലേക്ക് പോകാൻ പോകുന്നത്. ഇത് വലിയ കോഓപ്പറേറ്റീവുകളുടെ കയ്യിലേക്ക് കൊടുക്കാനുള്ള നിഗൂഢ നീക്കമാണെന്ന് ഞങ്ങൾ സംശയിക്കുന്നു. കാരണം നമ്മൾ നിലവിൽ ഇപ്പോൾ 6-ാം തീയതി ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റും കേറ്ററേഴ്സും കൂടിയിട്ട് നമ്മളൊരു സമര പരിപാടി നടത്തിയിരുന്നു. അത് കഴിഞ്ഞിട്ട് 7-ാം തീയതി സംസ്ഥാനത്ത് 14 ജില്ലകളിലും നമ്മൾ പന്തംകുളത്ത് പ്രകടനം നടത്തിയിരുന്നു. 8-ാം തീയതി ഞങ്ങൾ കരിദിനമായിട്ട് ആചരിച്ചുകൊണ്ട് 14 ജില്ലകളിലും കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകൾ ഉപരോധിച്ചുകൊണ്ട് ഞങ്ങൾ സമരം നടത്തിയിരുന്നു. ഇതിപ്പോൾ നമ്മൾ ജില്ലാ തലത്തിൽ നടത്തിയിരുന്നു. ഇനി നമ്മളിതൊരു പോലെ തുറന്ന സമരത്തിലേക്ക് നീങ്ങാനേ പറ്റൂ. കാരണം നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് വർത്തമാനം പറയുന്നത്. നമ്മളിത് വില അധികമായിട്ട് ഈടാക്കിയേ പറ്റൂ. ഒരാൾക്ക് ഭക്ഷണത്തിൽ മിനിമം നമ്മൾ 50 രൂപ കൂട്ടേണ്ട അവസ്ഥയിലേക്ക് മാറും. ഒരു സാധാരണക്കാരൻ ഒരു കല്യാണം നടത്തുമ്പോൾ ആ വീട്ടുകാരനോട് നമ്മൾ ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ മിനിമം 50 രൂപ അധികം മേടിക്കുക എന്ന് പറഞ്ഞാൽ ആ വീട്ടുകാരന്റെ അവസ്ഥയും കൂടെ നമ്മൾ ആലോചിക്കണമല്ലോ. പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇന്ന് സമരം ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും നമ്മൾ സമരം ചെയ്തത് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. വില കൂടുമ്പോൾ സാധാരണ എല്ലാവരും വില കൂട്ടുമ്പോൾ ഞങ്ങൾക്ക് വില കൂട്ടിപ്പോയാൽ മതി, ഞങ്ങൾക്ക് സമരം ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സംഘടന എന്ന നിലയ്ക്കും ഏറ്റവും കൂടുതൽ സമൂഹവുമായിട്ട് ഇടപഴകി ജീവിക്കുന്ന ഒരു തൊഴിൽ മേഖല എന്ന നിലയ്ക്കും നമുക്ക് ജനങ്ങളെ കൂടെ സപ്പോർട്ട് ചെയ്തിട്ടേ പറ്റൂ. അതുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യം സർക്കാരിന്റെ മുന്നിൽ ഇത് വെച്ചിട്ടുള്ളത്.
സിലിണ്ടർ കിട്ടുമെന്ന ഉറപ്പില്ലാത്തതും പ്രശ്നമാണ്. മാത്രമല്ല, നേരത്തെ നിശ്ചയിച്ച നിരക്കിൽ തന്നെ ഭക്ഷണം നൽകണം. ഒരാൾക്കുള്ള ഭക്ഷണത്തിൽ 20 മുതൽ 40% വരെ അധിക ചെലവാണ് ഉണ്ടാകുന്നത്. വിവാഹങ്ങൾ, പൊതുപരിപാടികൾ, ആരാധനാലയങ്ങളിലെ ചടങ്ങുകൾ എന്നിവയെല്ലാം കൂടുതലായി നടക്കുന്നത് ഏപ്രിൽ, മെയ് മാസങ്ങളിലാണ്. എന്നാൽ പാചകവാതക സിലിണ്ടർ ഉറപ്പില്ലാത്തതിനാൽ ഓർഡറുകൾ ഏറ്റെടുക്കാൻ പലരും തയ്യാറാകുന്നില്ല. ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷനിൽ പ്രവർത്തിക്കുന്ന 200ഓളം കാറ്ററിംഗ് യൂണിറ്റുകളാണ് ആലപ്പുഴ ജില്ലയിലുള്ളത്. ആകെ എണ്ണം 1000-ൽ കവിയും. കുടുംബശ്രീ യൂണിറ്റുകളും ഒട്ടേറെയാണ്. കാറ്ററിംഗിനെ ആശ്രയിച്ച ഉപജീവനം തേടുന്ന 50,000-ലധികം പേർ കടുത്ത പ്രതിസന്ധി നേരിടുന്നു. പലർക്കും ഉപജീവന മാർഗം പൂർണ്ണമായി നഷ്ടമാകുന്ന സ്ഥിതിയാണ്. വാണിജ്യ സിലിണ്ടറിന്റെ വില കഴിഞ്ഞ 5 മാസത്തിനിടെ 5 തവണ വർദ്ധിച്ചു. 1518 രൂപ വർദ്ധിച്ച് 3250 രൂപയിലെത്തി. 500 പേർക്കുള്ള ബിരിയാണി തയ്യാറാക്കാൻ കുറഞ്ഞത് 3 മുതൽ 4 സിലിണ്ടറുകൾ വേണ്ടിവരും. വിഭവങ്ങൾക്കനുസരിച്ച് എണ്ണവും വർദ്ധിക്കും. ഗ്യാസിന് മാത്രം 5000-6000 രൂപയുടെ അധിക ബാധ്യത കാറ്ററിംഗ് സ്ഥാപനങ്ങൾക്കുണ്ടാകുന്നു. വിറകിന്റെ വില കിലോയ്ക്ക് 4.5 രൂപയിൽ നിന്ന് 12 രൂപ വരെ എത്തിയതായും കാറ്ററിംഗ് ഉടമകൾ പറയുന്നു. ചിലയിടങ്ങളിൽ വിറകും കിട്ടാനില്ല. പാചകവാതക ലഭ്യത ഉറപ്പാക്കിയില്ലെങ്കിൽ കാറ്ററിംഗ് മേഖലയ്ക്ക് പിടിച്ചു നിൽക്കാനാവാത്ത സാഹചര്യമാണ് സംജാതമാകുന്നതെന്നും അവർ പറയും.